തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ദിവ്യ ശ്യാം. ഇപ്പൊ ഏതൊക്കെ ഭാഷ അറിയാവുന്നേ? ഭാഷ ഏതാ അറിയാമെന്ന് ചോദിച്ചാല് ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്താണ്. പിന്നെ വളർന്നതോ? ജനിച്ചതും പഠിച്ചതും കുറച്ച് വളർന്നതും ട്രിവാൻഡ്രത്താണ്. അതിനുശേഷം ബാക്കി വളർന്നത് കണ്ണൂരാണ്. എന്റെ ഹസ്ബൻഡ് കോട്ടയമാണ്. അവിയലായി കാണൂല്ലോ. അവിയലായതുകൊണ്ട് എനിക്കിപ്പം ശരിക്കും ഏത് ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് ആർക്കും എന്നാടി ഈ കോട്ടയം ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ എന്ത് ചോദിച്ചാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണ്, ആൻസറും ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സാർ എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ. ഞാന് ഈ പി കുഞ്ഞികൃഷ്ണനെ പരിചയമുണ്ടോ? ആരടാവൂ? ഏത് സിനിമ നടന? സിനിമ. എന്നാടെ അയാളുടെ അഭിനയം നമ്മളോട് തിരിച്ചു ചോദിക്കും. എന്നാടെ അവരുടെ അഭിനയം? തിരുവനന്തപുരം ആണെങ്കിലോ? തിരുവനന്തപുരം ആണെങ്കിലും അണ്ണം പറ എന്റെ അടുത്ത് എന്തെങ്കിലും. വെള്ളങ്ങളൊക്കെ കുടിച്ചായിരുന്നാ? അതൊക്കെ ഇങ്ങനെ ട്രിവാൻഡ്രം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഭാഷയാണ്. പക്ഷെ ഇപ്പൊ ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ശ്രേഷ്ഠ ഭാഷ. ഇപ്പൊ 2000 വർഷം പഴക്കമുള്ള ഭാഷയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷയായിട്ട് കൊടുത്തത്. 8ാം സ്ഥാനത്ത് ആണെന്ന് തോന്നുന്നു നമ്മുടെ മലയാളം വന്നിരിക്കുന്നത്. അപ്പം അതിന്റേതായ ഒരു രൂപഭംഗിയും പദപ്രയോഗവും ശബ്ദഭംഗിയും എല്ലാം കൊടുക്കുന്നതാണ് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം. കണ്ണൂരില് 10-15 വർഷം. ഇപ്പോഴും ഞാൻ കണ്ണൂർ തന്നെ. കണ്ണൂരിലെ ഒരു സാമ്പിൾ ഡയലോഗ് പറഞ്ഞു. കണ്ണൂരിലെ കണ്ണൂർ സ്റ്റേഷനിൽ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണുന്നു. ഉയ്യന്റെ മുത്തപ്പ, ഇതാരിത്? നമ്മുടെ ശ്രീയേട്ടനല്ലല്ലോ, നമ്മുടെ ശ്രീയേട്ടൻ. ഈ ചേട്ടന്മാരല്ലേ നമുക്ക് നല്ല ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ചുരുക്കി അങ്ങ് വിളിക്കും. നമ്മുടെ ചീതാട്ടനല്ലേ? അങ്ങനെ അങ്ങ് ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് വിളിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂരിന്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാവരും ചേട്ടാ, ഏട്ടാ, അല്ലെങ്കിൽ ഏച്ചി. ചേച്ചിക്ക് പകരം നമ്മൾ ഏച്ചി എന്നാ വിളിക്കാം. നമ്മൾ സ്നേഹം മൂത്ത് ആട്ടാ, രമേശ് ആട്ടാ, അങ്ങനെ ശ്രീയേട്ടാ ആട്ടാന്ന് ചേർത്തിട്ടാണ് വിളിക്കുന്നത്. ഒരു കണ്ണൂരുകാരി ഒരു കാസർഗോഡുകാരനെ കണ്ടുമുട്ടി എങ്ങനെ സംസാരിക്കുക? അയ്യോ, നമ്മുടെ സിനിമാക്കാരനല്ലേ ഈ വന്നിരിക്കുന്നത്? ആ കുത്തിരിക്കി എനക്കിരിക്കാൻ സമയമൊന്നുമില്ല. ഭയങ്കര തിരക്കുള്ള ആളാണ്. ഇങ്ങനെ പോകുന്നമ്മ. ഉങ്ങളെ സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏത് സിനിമ കണ്ടിനി? എല്ലാ സിനിമയും കണ്ടേ. എവിടെയോ ഗോവയ്ക്ക് പോകാൻ വേണ്ടിട്ട് പറക്കി കെട്ടി പോയിട്ടുണ്ടായിരുന്നു. പ്രകമ്പനം. ആടെയിടെയൊക്കെ നമ്മള് പോസ്റ്റർ ഒക്കെ കാണാറുണ്ട്. അതെല്ലേ? സുഖമല്ലേ? നല്ല ഇരിക്കുന്നു. നിങ്ങളെ പേരെന്താ പറഞ്ഞത്? ദിവ്യ. ദിവ്യ. നിങ്ങളെ വീടാടാ? എന്താണ് നിങ്ങളെ വീടാടാ? വീട് കണ്ണൂരാണ്. ഇപ്പൊ കാസർഗോഡുകാരൻ നേരെ കണ്ണൂരുകാരനായി. ഒരു ഹോസ്റ്റലില് തിരുവനന്തപുരത്തുകാരി ഒരു കൂട്ടുകാരിയെ കിട്ടി. നീ കൊറേ നേരം ഫോണിൽ കിടന്ന് കുറുങ്ങാൻ തുടങ്ങിട്ട് ആരായിട്ടാ? നീ എന്തൊരു പെണ്ണ ഈ കിടന്ന് പൊളക്കണത്? കൊറേ നേരം ആയല്ലേ മയക്കും പിടിച്ച് കിടന്ന് പൊളപളാ പൊളക്കണത്. അമ്മച്ചേരെ കൊത്തുകുള കൂടെ കത്തിച്ച് വെച്ചിരിക്കുന്നു. നീ ഇന്ന് വന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ കിടന്ന് കുറുങ്ങണ എന്തിനാണ്? ഞങ്ങളിവിടെ സീനിയേഴ്സ് ഇല്ലേ? എന്തുകൊണ്ട് തൃശ്ശൂർ? ഞാനും തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്നാ. അങ്ങോട്ട് വരാം. പല ജില്ലക്കാർ ഇവിടെ എല്ലാവരും ഉണ്ട്. ആ ജില്ലയിലുള്ള ഭാഷയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ള ജെൻസി, ഇപ്പൊ എന്റെ അച്ഛൻ, അമ്മ, അമ്മ, അവരൊക്കെ അവരവരുടെ ജനിച്ച ജില്ലയിലെ ഭാഷയായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം കണ്ണൂര് ജനിച്ച ഇപ്പോഴത്തെ ജേഴ്സി പിള്ളേർ ആ ഭാഷ സംസാരിക്കില്ല, മാറി. ഇപ്പൊ ഇനിയുള്ള തലമുറകളെല്ലാം അതേ ഭാഷ സംസാരിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ കോളേജിൽ പോയാ ഇവിടെ മൊത്തം പിറുക്കാണല്ലേ, എന്നെ കടിച്ചു, നിന്നെ കടിച്ചിനാ എന്ന് കണ്ണൂരിലുള്ള ഒരു കുട്ടി പറയും. പക്ഷെ ഇപ്പൊ ഉള്ള ആള് പറയില്ല. പിറുക്കെന്ന് പറഞ്ഞാൽ കൊതുകാണ്. കൊതുകിന്റെ പേരെന്താ? പിറുക്ക്. പിറുക്ക്. ഈ വീട്ടിൽ മൊത്തം പിറുക്കാണല്ലോ. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. കൊതുക് പോലും ഞെട്ടു. എന്റെ പേര് ഇത് തന്നെയാണോ? ആ കണ്ണൂർ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വാലില്ലാത്ത പയ്യൻ എന്ത് പിറുക്കാന്നാണ്. വാലില്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇത് ഈ പിറുക്ക മുകളിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. കണ്ണൂർ പിറുക്ക കൊതുകാണ്. എന്റെ ഏറ്റവും വലിയ പേടി